ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണ്ണാറശാലെന്ന് ഗുരുവായൂരേക്ക് പോകുന്ന സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രിവാൻഡ്രം ടു മണ്ണാറശാലയാണ് കാണിച്ചിരുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ട്രിവാൻഡ്രം ടു മണ്ണാറശാല എത്തിയത്. അപ്പോൾ മണ്ണാറശാല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇവിടെ ഹരിപ്പാട് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശയും നല്ല സൂപ്പർ അപ്പവും വെജ് കുറുമയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പം വീഡിയോ എല്ലാവരും ആദ്യമേ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സമയം ഇപ്പോൾ 11:30 ഫുഡ് കഴിച്ചിറങ്ങിയപ്പം. ഇനി നമുക്ക് ഗുരുവായൂർ പോകണം. 5.5 മണിക്കൂറാണ് സമയം പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, റോഡ് പണിയുടെ അവസ്ഥയൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നല്ല റോഡുള്ള സമയത്തെ കുറച്ച് ഫാസ്റ്റായിട്ട് അങ്ങ് പോവാം. കുറച്ച് കൂടുതൽ സമയം പറയുന്നുണ്ടല്ലേ? 5.5 മണിക്കൂർ പറയുന്നുണ്ട്. 175 കിലോമീറ്ററേ ഉള്ളൂ. 175 കിലോമീറ്ററിന് 5.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിൽ 30-35 കിലോമീറ്റർ കവർ ആവുള്ളൂ. നമുക്ക് നല്ല റോഡുള്ള വഴി കൂടെ പോവാം അല്ലേ? അതെ, ഇങ്ങനത്തെ റോഡ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഫുൾ ഗട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അത്രയും ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയർഡായി പോകും. ഇപ്പോൾ ഹരിപ്പാട് ജംഗ്ഷനാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. കണ്ട, ഇങ്ങനെ കുണിയാണ് പോകേണ്ടതെങ്കിൽ നമ്മളൊരു വഴിയാവും. ക്ലച്ച് ചവിട്ടി എൻ്റെ കാലും ഒരു വഴിയാവും. കുലുങ്ങി നമ്മൾ മൊത്തത്തിലൊരു വഴിയാവും. റോഡ് കാണാൻ പറ്റുന്നില്ല. ഒട്ടും റോഡ് കാണാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര മഴ. അപ്പൊ മഴ വന്നാലുള്ള പ്രശ്നം, നമ്മളെ വണ്ടി വീണ്ടും സ്ലോ ആവും. അമ്മു, നീ ഉറങ്ങിയില്ലേ? മഴ വന്നപ്പോ സൺഗ്ലാസ് വെച്ചാ? ഓക്കെ, ശരി. വെക്കാം. ഞാൻ റോഡ് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാല് ഇതുവരെ നമ്മളിപ്പോ എവിടെ ചേർത്തല എത്തിയില്ല. അമ്പലപ്പുഴ എത്താറായതേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ പോണ ലോറി ഇല്ലേ, എന്താന്നറിയാം, CNG കൊണ്ടുപോണ വണ്ടിയാണ്. കാറില് ഒക്കെ അടിക്കുന്ന CNG ഉണ്ടല്ലോ, ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പിലോട്ട് ഇതിൽ നിന്നാണ് പമ്പിൽ ഫില്ല് ചെയ്യണത്. അതിന്റെ ലോഡാണ്, CNG ലോഡാണ്. അങ്ങനെ നമ്മള് ആലപ്പുഴ കഴിഞ്ഞു. ആലപ്പുഴ നമ്മൾ ചേർത്തല എത്താറായി. റോഡിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? റോഡ് വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് പോകുന്ന റോഡ് പല സ്ഥലത്തും ഇതുപോലെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ലാത്തടത്ത് സർവീസ് റോഡാണെങ്കിലും ഇച്ചിരി നല്ല രീതിയിൽ കിടപ്പുണ്ട്. പിന്നെ തിരിച്ചിങ്ങോട്ട് മീൻസ് എറണാകുളം ടു ട്രിവാൻഡ്രം പോകുന്ന വഴി ഇത്രയും സ്മൂത്ത് ആണെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ പല സ്ഥലത്തും റോഡ് ഇച്ചിരി കൂടെ ശോകമാണ്. ബ്ലോക്ക് അവിടെ അങ്ങോട്ട് പോകാൻ കുറച്ച് ബ്ലോക്കും കാണിക്കുന്നു. ബ്ലോക്കും ഉണ്ട്, റോഡ് മോശം, റോഡ് കുണ്ടും കുഴിയായിട്ട് കിടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് വണ്ടികൾ സ്ലോ ആകുമ്പോഴാണ് ആ ബ്ലോക്ക് വരുന്നത്. പണി നല്ല രീതിയിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ആ ഫുഡ് നല്ലപോലെ കഴിച്ചതിന്റെ ചെറിയൊരു ഉറക്കമാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഇറങ്ങി നിന്നിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മഴയുണ്ട്. മഴ നല്ല ഹെവി ആയിട്ട് മഴ പെയ്താൽ ഈ ഉറക്കമൊക്കെ അങ്ങ് പോവായിരുന്നു. നമുക്ക് ഇങ്ങനെ മഴ വരുന്നുണ്ട, നല്ല മഴ, അടിപൊളി മഴ. അപ്പൊ ഉറക്കം പോകാനുള്ള മഴയായി. കണ്ടൂടാ റോഡ്. പാർക്ക് ലൈറ്റ്, ഫോഗ് ലൈറ്റ്, ഹസാർഡ് 3 ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു രസമാണ് കേട്ടോ ഇങ്ങനത്തെ മഴയത്ത് വണ്ടി ഓടിക്കാന്. 130 കിലോമീറ്റർ ഏകദേശം ഉണ്ട് നമുക്ക് ഗുരുവായൂരെത്താൻ. നമ്മൾ അവിടെ നിന്ന് ഹരിപ്പാടിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ കവർ ചെയ്ത 1 മണിക്കൂർ കഴിഞ്ഞു. 12:40 സമയം ഇപ്പൊ. റോഡ് അത് ഇനിയും ഒട്ടും മനസ്സിലാവൂല. കാരണം നമ്മള് പണ്ട് 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് എത്തിക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇനി 7 മിനിറ്റ് 6 മിനിറ്റിലേക്ക് കവർ ചെയ്ത് പോകും. നമ്മളീ ഫ്രണ്ടിൽ കാണുന്നതേ, ഇത് നമ്മുടെ ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുവാണ്. അപ്പോൾ അവിടെ അവർ ആ കോൺക്രീറ്റ് ഫില്ല് ചെയ്യണോണ്ട് ഇവിടെ മിക്സറിൽ നിന്ന് കോൺക്രീറ്റ് അവിടെ കോൺക്രീറ്റ് കൊണ്ടിരിക്കുകയാണ്. കണ്ട,
ആ പൈപ്പ് വഴി. അതിപ്പോഴാണ് ആ ട്യൂബ് താഴെ ഇറക്കി അവിടെ കോൺക്രീറ്റ് തുടങ്ങി. അവിടെ അത് നടക്കണോണ്ട് വണ്ടികളെല്ലാം ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി ആ ഒരു മിക്സറിലുള്ള സാധനം അവിടെ നിറഞ്ഞതിന് ശേഷമായിരിക്കും വണ്ടി വിടുന്നതെന്ന് തോന്നുന്നു. തുറവൂർ കുറച്ചു കാലം കഴിഞ്ഞ് ഇതിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നമ്മൾ തറ തൊടൂല, എല്ലാം ഇതിന്റെ മുകളിൽ കൂടെ പോകും. ഫ്ലൈ ഓവർ ആയിരിക്കും. ഇതുപോലെ പല സ്ഥലത്തും നമ്മൾ ഹോൾഡ് ആവുമായിരിക്കും. നമുക്കിനി ആക്ച്വലി 110 കിലോമീറ്ററേ ഉള്ളൂ, 110 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പക്ഷേ 4 മണിക്കൂറോളമാണ് സമയം പറയണത്. നമ്മൾ ഏകദേശം അരൂർ എത്താറായിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്ക് ഇവിടെ, ഭയങ്കര ബ്ലോക്കും വളരെ വൃത്തികെട്ട അവസ്ഥയിലുള്ള റോഡും ചെളിയും കുഴിയും. അതിന്റെ ഇടയിൽ കൂടെ ഓരോ വൃത്തികെട്ടവന്മാര് കൊണ്ടുവന്ന് സൈഡിൽ കയറ്റൽ, കുത്തിക്കയറ്റല്, വേണ്ട ബഹളം. നമ്മളൊരു അരമണിക്കൂറോളാവും നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ടിട്ട്. സമയം ഇപ്പൊ 2 മണിയാവാൻ പോകുന്നുണ്ട്. നോക്കാന്നല്ല, പെട്ടു. അതാണ് ഇത്രയും ടൈം കൂടുതൽ സമയം കാണിച്ചത്. ക്ലച്ചിലാണ് വണ്ടി, ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിർത്തി ഇങ്ങനെ ഓടിക്കേണ്ട അവസ്ഥ. അമ്മൂന് വിശപ്പായെന്ന് പറഞ്ഞല്ലേ? മണി 2 അമ്മൂന്റെ ഹെയർ സ്റ്റൈല് കൊള്ളാം. ഒറ്റയ്ക്ക് കെട്ടിയതാണ് കൊമ്പ്. ഓക്കെ, അപ്പൊ അവിടുത്തെ നമുക്ക് കൊള്ളാന്നുള്ള എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാം. എവിടെ ഉണ്ട് അടുത്ത്? ഗൂഗിൾ എടുത്തൊന്ന് തൊപ്പണം. എറണാകുളത്തെത്തി. അരൂര് കഴിഞ്ഞാൽ പിന്നെ അരൂര് പാലവും കൂടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ എറണാകുളമായി. അരൂര് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്ന് ഈ റോഡ് കിട്ടിയപ്പോ ഭയങ്കര ആശ്വാസം കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മളിപ്പോ വയറ്റിലെത്താൻ പോകുന്നു. അടുത്ത ഫ്ലൈ ഓവർ വയറ്റിലാണ്. അപ്പൊ നമുക്ക് ഈ വെജിറ്റേറിയൻ ഫുഡ് വേണം അല്ലേ? സമയം ഇപ്പൊ 2:10. അമ്മൂന് നല്ല വിശപ്പുണ്ട്. അമ്മ 1-2 പ്രാവശ്യമായി ചോദിച്ചു തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മളൊരു ശരവണ ഭവൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റോഡിന്റെ റൈറ്റ് സൈഡിലാണ്. നമുക്ക് യൂട്ടേൺ അടിച്ച് അപ്പുറത്തെ എക്സിറ്റ് എടുത്ത് കയറാം. അമ്മുവിന്റെ കംപ്ലൈന്റ് തീരും. അപ്പം അതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. ഓർക്കണുണ്ടോ? പാർക്കിംഗ് ഇവിടെ ഇപ്പുറത്ത് ഇടേണ്ടി വരും. അപ്പൊ ഇനി നമുക്ക് അകത്തോട്ട് പോയി അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം അല്ലേ? അമ്മക്കുട്ടി ഓക്കെ ആണോ? ഇതെന്തോ കൊണ്ട ഇത് ഭീകരമായ കൊണ്ടാണല്ലോ. ഇരുന്നോട്ട് കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ കംഫർട്ടബിൾ അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. നിന്റെ തലയിൽ അവിടെ ഒരു കൊണ്ടായിരിക്കണം കേട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാം. കഴിക്കാൻ കയറാം. അകത്തോട്ട് കയറിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. സമയം ഇപ്പം എത്രയായി? 2:20. എറണാകുളം എത്തിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി ഏകദേശം 2.25 മണിക്കൂറോളം പറയുന്നുണ്ട് ഗുരുവായൂരെത്താൻ വേണ്ടി. എത്ര കിലോമീറ്റർ വരും? ഒരു 80 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചേ വരുള്ളൂ. 80 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2.25 മണിക്കൂർ ഹെക്ടിക് പരിപാടിയാണ്. പക്ഷെ നമ്മൾ ആ പുതിയ റോഡ് സെറ്റായി കഴിഞ്ഞാൽ 1 മണിക്കൂറിലെത്തും നമ്മൾ. അതാണ് പ്രതീക്ഷ. റോഡ് സെറ്റായിട്ട് വേണമെങ്കിൽ അതാ കറക്റ്റായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഞാനും ഇതുവരുന്ന പനീർ ബട്ടർ മസാലയാണ് കഴിച്ചത്. 341. ഭയങ്കര കോസ്റ്റ് എന്ന് പറയാനില്ല, ന്യായമായ പൈസ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതും കൊള്ളാം കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റും കൊള്ളാം. എടപ്പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നേ റൈറ്റ് സൈഡ്, ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ എടപ്പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നേ റൈറ്റ് സൈഡിലായിട്ടാണ് ശരവണ ഭവൻ. അപ്പം നമുക്ക് വിട്ടാലോ? ഇനി 3 മണിക്കൂർ, 2.25 മണിക്കൂറോളം വേണം. അപ്പം നമുക്ക് നേരെ പോവാം. ഇനി ഏതാ പോണം? നോക്കാന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കുണ്ടും കുഴിയും റോഡിലാവും. നമ്മളിപ്പോ എടപ്പള്ളി എത്തിയിട്ടുണ്ടല്ലേ? എടപ്പള്ളി എത്തി. നമുക്ക് എങ്ങോട്ട് പോവാം? നേരെ പോവാം. നമുക്ക് ഇതിലെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒന്നുമില്ലെങ്കിലും കുറേ സ്ഥലങ്ങളിൽ റോഡ്
വേറെ സ്ഥലത്തൂടെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റോഡ് വൈഡൻ ചെയ്തല്ല, വളവ് നോക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ മാറിയാണ് പല സ്ഥലത്തും ഈ ഒരു സ്ട്രെച്ച് റോഡ് വൈഡനിങ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ഭയങ്കരമായിട്ട് ഗട്ടർ ഇതൊന്നും കിട്ടൂല എന്ന് പ്രതീക്ഷിക്കാം. എവിടെന്നെങ്കിലും ഡീസൽ ഫില്ല് ചെയ്തിട്ട് പോകണം. കാരണം കേരളത്തിൽ ഏറ്റവും വില കുറവ് എറണാകുളത്താണ്. പിന്നെ മാഹി എക്സംഷൻ ആണ്. കേൾക്കണുണ്ടോ? മാഹി നമുക്ക് മറ്റേ കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് അവിടുത്തെ റേറ്റ് വേറെയാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏറ്റവും വില കുറവുള്ള സ്ഥലം എറണാകുളം. ഇതൊരു നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതായത് നമ്മളാ കന്യാകുമാരി കൊച്ചി വഴി പൻവേൽ പോകുന്ന കന്യാകുമാരി കൊച്ചി പൻവേൽ ഹൈവേ, നാഷണൽ ഹൈവേ 66 ആണ് നമ്മൾ ഈ പോകുന്നത്. ഇതാണ് 66. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വളവും തിരിവ് ഒരുപാടുള്ളത് കൊണ്ട് പല സ്ഥലത്തും ഇവിടുന്ന് മാറിയിട്ടാണ് ഇപ്പൊ ഈ റോഡിന്റെ വലത് സൈഡിൽ കൂടെയാണ് പുതിയ ഹൈവേ പോണത്. അതാണ്ടാ അതുവഴി പോകും. അപ്പൊ വളവൊക്കെ നൂത്താണ് പുതിയ റോഡ് പോണത്. അപ്പൊ ഇത് പഴയ കണ്ടീഷൻ തന്നെ കിടപ്പുണ്ട്. ഇത്രയും ചെറിയ റോഡാണ് കേരളത്തിനകത്ത് ഇത്രയും കാലം നാഷണൽ ഹൈവേ ആയിട്ട് കിടന്നത്. ഇത് ഈ ഒരു ഏരിയയിലും പിന്നെ മാഹി കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് ദൂരവും ആണ് ഏറ്റവും വീതി കുറവും വളവും തിരിവും എല്ലാം. ഇതിനേക്കാളും വീതി കുറവാണ് അവിടെ. ഈ സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഏതെങ്കിലും ബോർഡ് വള്ളുവള്ളി അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മളിപ്പോ ഉള്ളത് എറണാകുളം കൊടുങ്ങല്ലൂർ ചാവക്കാട് റൂട്ടിലാണ്. ഡീസൽ അടിച്ചില്ല. ഡീസൽ പമ്പ് കണ്ണിപ്പെടുന്നില്ല. നോക്കാം, അടുത്ത് കിട്ടുന്നിടത്ത് അടിക്കാം. ഫ്യൂവൽ ഉണ്ട് ആക്ച്വലി. നമുക്ക് ഒരു 100-150 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ ഉണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ഫില്ല് ചെയ്തിട്ട് പോവാം. ഇത് ഒൺവയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ 66ന്റെ ഭാഗമാണ്. ഇന്റർലോക്ക് ഇട്ട് നമ്മളെ നാട്ടിലൊരു ഇടവഴി പോലെ ഇടങ്ങണ്ട. ലോറി എണ്ണം വളരെ കൂടുതലാണ് ഈ ഭാഗത്ത്. നമുക്കിനി എത്ര 2 മണിക്കൂർ വേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്കിനി ഒരു 50-60 കിലോമീറ്റർ എങ്കിലും വേണം. എന്തോ മീനാണോ കൊണ്ടുപോണ വണ്ടി? പക്ഷെ ഈ ഒരു ഫീൽ കണ്ട, ഈ രണ്ട് സൈഡിൽ നിന്നും നിറയെ മരങ്ങളൊക്കെ വന്നിട്ടുള്ള തണലുള്ള ഈ ഒരു ഫീലൊന്നും നമുക്കിനി പുതിയ ഹൈവേയിൽ കിട്ടൂല. അതോ കണ്ട HP പമ്പുണ്ട് ഫ്രണ്ടില്. ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് തോന്നുന്നത്. അവിടെ ഇറങ്ങാൻ എക്സിറ്റ് ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ചല്ലേ ഡീസൽ അടിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇവിടെ 94 സംതിങ്ങേ ഉള്ളൂ ഡീസൽ പ്രൈസ്. നമുക്ക് അവിടെ 97 ഉണ്ട്. നമുക്കവിടെ ഒരു ഏകദേശം 3 രൂപ വരെ വ്യത്യാസമുണ്ട് ഡീസൽ കോസ്റ്റിന്. അപ്പൊ പോവാം. നമ്മ നല്ല ഉറക്കം. അപ്പൊ നമുക്കിനി ഏകദേശം ഒരു 52 കിലോമീറ്റർ ഉണ്ട്. എത്ര, 1 മണിക്കൂറോ? 1 മണിക്കൂർ 47 മിനിറ്റ്. 1.25 മണിക്കൂർ 50 കിലോമീറ്ററോടെ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്കിനി നേരെ ഗുരുവായൂർ പോയിട്ട് കാണാം. നല്ല ഹെക്ടിക് ആയിട്ടുള്ള ഡ്രൈവിന് ശേഷം നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾ എടുക്കുന്നത്. മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് നമ്മൾ ഈ റൂം എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 1400 ആയിരുന്നു. പക്ഷെ ഞാനിത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഈ 2000 താഴെ AC റൂംസ് ഇല്ല. ഇത് മാത്രം 1400 AC റൂം കണ്ടുകൊണ്ടാണ് എടുത്തത്. അമ്പലത്തിൽ നിന്ന് 500 മീറ്റർ, പാഞ്ചജന്യത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്ററിനകത്തേ ഉള്ളൂ ഈ ഹോട്ടൽ എത്താൻ വേണ്ടി. അപ്പം ഈ 1400 രൂപയ്ക്ക് AC എന്നുള്ള അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി ഒരു ഡീലായിട്ട് എനിക്ക് തോന്നി. കാരണം റൂം നല്ല ഗംഭീരമായ റൂം. ഇതാണ് റൂമിൻ്റെ അകം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു കബോർഡ് ഉണ്ട്. അവർ വാട്ടർ ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ TV ഉണ്ട്.
ഇതൊക്കെ ബാക്കി ഈ നോർമലി എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. നല്ല ബെഡാണ്, കിങ് സൈസ് ബെഡാണ് ഉള്ളത്. പിന്നെ ഇവിടെ AC ഉണ്ട്, നല്ല വാൾ പെയിൻറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ബാൽക്കണി, ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വാഷ്റൂം ഇതാണ്. ഇതും നല്ല രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ ഇവിടെ മുകളിൽ റൂഫ് ടോപ്പിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് അറിവ്. ഈ പ്രോപ്പർട്ടിയുടെ പേര് ശ്രീപതി മയൂഖ എന്നാണ്. ഇത് സൗത്ത് നടയിലാണുള്ളത്. ഈ പാഞ്ചജന്യത്തിൽ നിന്നൊക്കെ ഒരു 250-300 മീറ്ററേ ഉള്ളൂ. ഞങ്ങളുടെ ഫുഡ് അതൊന്നും പറഞ്ഞിട്ടില്ല. റൂം വാഷ്റൂം എല്ലാം ഞങ്ങൾ 100% ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ മണ്ണാറശാല മുതൽ ഗുരുവായൂർ വരെയുള്ള യാത്രാവിശേഷം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആവണം, അപ്പം അമ്പലത്തിൽ പോകണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.